ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അനുകൂലിക്കുന്ന നിലപാടല്ല US മാധ്യമങ്ങൾ സ്വീകരിച്ചത്. അത് തെരഞ്ഞെടുപ്പ് കാലം മുതലേ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് നിരന്തരം ട്രംപിനെ അപമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാര്യങ്ങളെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നു, ബിസിനസ് നെറ്റ്വർക്ക് തകർക്കുന്നു, അങ്ങനെ പല വിധത്തിലുള്ള പരാതികളാണ് ട്രംപ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പത്രത്തിനെതിരെ മാനനഷ്ട കേസ് അദ്ദേഹം ഫയൽ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. എന്താ അതിൻ്റെ വിശദാംശങ്ങൾ? അതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു വിവരം. ഇത് ട്രംപ് അതിലേറ്റവും കൗതുകമുള്ള കാര്യം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രംപിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളാണെന്നാണ്. അല്ല, പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ഈ ഇന്ത്യയോ റഷ്യയോ ചൈനയോ ഒന്നുമല്ല, പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ട്രംപിനെ വിമർശിക്കുന്നതും ട്രംപിനെതിരായി പൊരുതിക്കൊണ്ടിരിക്കുന്നതും അമേരിക്കൻ ജനതയാണ്. അമേരിക്കയിൽ ട്രംപിനെതിരെ വ്യാപകമായ പ്രകടനങ്ങളുണ്ട്. മാത്രമല്ല അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികൾ ട്രംപിനെതിരെയാണ്. അമേരിക്കയിലെ ഒട്ടേറെ സ്റ്റേറ്റുകളുടെ ഗവർണർമാർ ട്രംപിനെതിരെ രംഗത്ത് വന്നു. അമേരിക്കയിലെ ഫെഡറൽ കോടതി 2-3 വിധികൾ ട്രംപിനെതിരെ വന്നു. ഇപ്പോൾ ആ കൂട്ടത്തിലാണ് അമേരിക്കൻ മീഡിയ. അമേരിക്കൻ മീഡിയ ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രമായ മീഡിയയാണ്. എല്ലാവരെയും അതിരൂക്ഷമായി വിമർശിക്കുകയും കൃത്യമായ നിലപാടെടുക്കുകയും വസ്തുനിഷ്ഠമായി ലോകത്തിലെ ഏത് രാജ്യത്തെയും പ്രശ്നങ്ങൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ന്യൂയോർക്ക് ടൈംസിലെ 1-ാം സ്ഥാനത്താണ്. ഇപ്പോൾ ഇന്ന് ഈ ഒടുവിലത്തെ വാർത്ത, ട്രംപ് ന്യൂയോർക്ക് ടൈംസിനെതിരെ, സാധാരണഗതിയിൽ അമേരിക്കൻ ഭരണകൂടം സാധാരണഗതിയിൽ മീഡിയയോട് കൊമ്പ് കോർക്കാൻ പോവില്ല. കാരണം മീഡിയയോട് കൊമ്പ് കോർത്താൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, മീഡിയ ഫ്രീഡം നമ്മളെ നാട്ടിലേക്കാളും ലോകത്തിലെ ഏത് ജനാധിപത്യ രാജ്യത്തേക്കാളും കൂടുതലാണ് അമേരിക്കയിൽ. എന്തും അവിടെ വിമർശനം, വസ്തുതാപരമാണെങ്കിൽ എന്തും എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ രാജ്യദ്രോഹത്തിൻ്റെ പേരിൽ പോലും പത്രങ്ങളെ അല്ലെങ്കിൽ മീഡിയയെ സെൻസർ ചെയ്യാനൊന്നും വകുപ്പില്ലാത്ത, അതിനുപോലും സ്വാതന്ത്ര്യം, അത്തരം അനുഭവങ്ങളിൽ ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ന്യൂയോർക്ക് ടൈംസിനെതിരെ ട്രംപ് മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നു. അപകീർത്തി ആണ് കേസ്. അദ്ദേഹം പറയുന്നത് എൻ്റെ കരിയർ തകർത്തു എന്ന് വെച്ചാൽ എൻ്റെ രാഷ്ട്രീയ ഭാവിയെ തകർത്തിരിക്കുന്നു, എൻ്റെ വ്യക്തിപരമായ ഇമേജിനെ ഇവർ നശിപ്പിക്കുന്നു, എൻ്റെ കുടുംബത്തെ മാനം കെടുക്കുന്നു എന്ന് മാത്രമല്ല എൻ്റെ ബിസിനസ് വലിയൊരു നെറ്റ്വർക്കായിരുന്നു, അതിനെ മുഴുവൻ തകർക്കുന്നതിൽ ഈ പങ്കുവഹിക്കുന്നു. നിരന്തരമായ പ്രചാരണം. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ആണെങ്കിൽ അദ്ദേഹം പറയുന്നത് ന്യൂയോർക്ക് ടൈംസ് സ്വതന്ത്രമായൊരു പത്രമല്ല. നമ്മൾ പത്രക്കാരെക്കുറിച്ച് പൊതുവേ ഏത് ഭരണകൂടവും പറയുന്നത്, നമ്മുടെ ഗവൺമെൻറ്റൊക്കെ എപ്പോഴും പറയുന്ന പോലെ ആ പത്രം അവരുടെ കോടാലിയാണ്, അല്ലെങ്കിൽ എതിരാളികളുടെ പ്രതിപക്ഷത്തിൻ്റെ കോടാലിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ റിപ്പബ്ലിക്കൻ ആയതുകൊണ്ട് ഡെമോക്രാറ്റ്സിന് വേണ്ടി ഇദ്ദേഹം കൂലിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന പത്രമാണ് ന്യൂയോർക്ക് ടൈംസ്, ഞാൻ 2024 മത്സരിക്കുമ്പോൾ തന്നെ അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. കഴിഞ്ഞിട്ട് ഇദ്ദേഹം കേസ് കൊടുക്കുന്നുണ്ട്. ഫ്ലോറിഡയിലെ US ഡിസ്ട്രിക്ട് കോർട്ടിലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കേസ്. ചെറിയ സംഖ്യയല്ല, $15 ബില്യൺ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മോഡിയുടെ ട്രംപിൻ്റെ മാനത്തിൻ്റെ വിലയാണ്. ട്രംപിൻ്റെ മാനത്തിൻ്റെ വില $15 ബില്യൺ ആണ്. അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഇന്ത്യൻ കണക്ക് പറഞ്ഞാൽ 1.25 ലക്ഷം കോടി വരും ഇന്ത്യൻ രൂപ. 1.25 ലക്ഷം കോടി ഇന്ത്യൻ രൂപ എന്ന് പറഞ്ഞാൽ $15 ബില്യൺ ആണ് കേസ്. കാര്യം ഇതാണ്, ന്യൂയോർക്ക് ടൈംസിൽ നിരന്തരമായി വരുന്ന ലേഖനങ്ങൾ, ആ ലേഖനങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തുന്നു. അതിൽ ലേഖനം ആരെക്കുറിച്ചൊക്കെയാണ്? സാധാരണഗതിയിൽ പത്രത്തിനെതിരെയാണ് കൊടുക്കുക. ഇത് പത്രത്തിനും പത്രാധിപർക്കും പത്രത്തിൻ്റെ ഉടമകൾക്കും എതിരെ ആണ്. 1-ാം പ്രതി അവരാണ്. 2, ഈ പലപ്പോഴായി ന്യൂയോർക്ക് ടൈംസിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ട്രംപിനെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതുന്ന എല്ലാ ലേഖകന്മാരെയും, അത് പ്രസിദ്ധരായ US ജേർണലിസ്റ്റുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് റസ് ബ്യൂട്ട്നർ, അവിടുത്തെ അമേരിക്കൻ മാധ്യമ പ്രവർത്തകരിൽ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. റസ് ബ്യൂട്ട്നർ പലപ്പോഴും ഇദ്ദേഹത്തിനെതിരെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂസൻ ക്രെയ്ഗ്, നമുക്ക് പരിചയമുള്ള ഒരാളാണ്. ഇന്ത്യൻ പത്രങ്ങൾ പോലും പലപ്പോഴും എഴുതുന്ന ഒരാളാണ് സൂസൻ ക്രെയ്ഗ്. അവരും ലേഖനം എഴുതിയിട്ടുണ്ട്, അവർക്കെതിരെ കേസുണ്ട്. അതുപോലെ പീറ്റർ ബെക്കർ, അദ്ദേഹത്തിനെതിരെ കേസുണ്ട്. അതുപോലെ തന്നെ മൈക്കൽ ഷ്മിഡ് ഉണ്ട്, SHMID, മൈക്കൽ S. ഷ്മിഡ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട അമേരിക്കൻ ജേർണലിസ്റ്റുകളെ മുഴുവൻ പ്രതി ചേർത്തുകൊണ്ടാണ് ഇയാൾ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ മാധ്യമ ലോകം മൊത്തം ഇപ്പോൾ ഇയാൾക്കെതിരാണ്. ആ രീതിയിൽ ട്രംപിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസ് മാത്രം പ്രതികരിച്ചിട്ടില്ല. ഒന്ന്, ന്യൂയോർക്ക് ടൈംസിൽ നിരന്തരമായി വരുന്ന ലേഖനങ്ങളാണ് ഒരു ഇഷ്യൂ. രണ്ടാമത്, ന്യൂയോർക്ക് ടൈംസിൻ്റെ തന്നെ പങ്കാളിത്തത്തോടു കൂടി പ്രവർത്തിക്കുന്ന ലോകപ്രസിദ്ധമായ പുസ്തക പ്രസാധനാലയമാണല്ലോ പെൻഗ്വിൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു ട്രംപിനെതിരായിട്ട്. ട്രംപിൻ്റെ അടിവേര് മാന്തുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പേര് ലക്കി ലോസർ. അതിൻ്റെ മുഴുവൻ പേര് ഹൗ ഡൊണാൾഡ് ട്രംപ് സ്ക്വാൻഡേർഡ് ഹിസ് ഫാദേഴ്സ് ഫോർച്യൂൺ and created the illusion of success.
എന്ന് പറഞ്ഞാൽ ഈ ഡൊണാൾഡ് ട്രംപ് എന്ന മനുഷ്യൻ അച്ഛൻ്റെ സാമ്രാജ്യം എങ്ങനെയാണ് ദൂർത്തടിച്ച് കളഞ്ഞത്, എന്നിട്ടൊരു വ്യാജ വിജയം അവകാശപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഇയാൾ ജീവിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മാനസികവും സാമൂഹികവും സാമ്പത്തികവും കുടുംബപരവും ഒക്കെയായ വിശദാംശങ്ങൾ ചേർത്തുകൊണ്ട് ആധികാരികമായൊരു പുസ്തകം പെൻഗ്വിൻ പുറത്തിറക്കി. ആ പുസ്തകം ഇയാൾക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കി. അപ്പോൾ ആ പുസ്തകവും ന്യൂയോർക്ക് ടൈംസിൽ വരുന്ന ലേഖനങ്ങളും ചേർത്താണ് മൊത്തം ഇപ്പോൾ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത്. ഇനി അദ്ദേഹം പറയുന്ന പല കാരണങ്ങളിൽ ഒന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വ്യക്തിപരമായ മാനനഷ്ടം, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലുണ്ടായ നഷ്ടം, അതിനേക്കാളേറെ ഈ പുസ്തകത്തിലും പലപ്പോഴായി വന്ന ലേഖനങ്ങളിലും ഇയാൾക്കെതിരെ പഴയ എപ്സ്റ്റീൻ്റെ കേസുണ്ട്. ജെഫ്രി എപ്സ്റ്റീൻ്റെ കേസ് കേട്ടിട്ടുണ്ടോ? ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ബാലലൈംഗികതയുടെ ഒരു ആഗോള ഏജൻ്റാണ്. നമ്മുടെ നാട്ടിലെ പോലെ മാഷന്മാരാണ് ടൈപ്പ് പണി ചെയ്യുന്നത്. ഇദ്ദേഹം അധ്യാപകനാണ്. അവിടുത്തെ ഒരു എയ്ഡഡ് സ്കൂളിലെ ഒരു പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപകനാണ്. പക്ഷെ പണി ഇതാണ്, ഈ ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടുള്ള പ്രായപൂർത്തിയാവാത്ത 14 വയസ്സിൽ താഴെ എന്നാണ് പറയുന്നത്, 14 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സമർത്ഥമായി വലവീശി പിടിച്ചിട്ട് വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുക, എന്നിട്ട് കയറ്റി അയക്കുക, ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അപ്പോൾ ഇങ്ങനെ കയറ്റി അയക്കുന്നതിൻ്റെ കേസിൽ ഇയാൾ പെട്ടപ്പോൾ അത് ചെറിയ തോതിൽ മാത്രമല്ല, ഇദ്ദേഹത്തിന് ഈ കുട്ടികളെ പല രാജ്യങ്ങളിലുമുള്ള ലോക നേതാക്കൾ ഉൾപ്പെടെയുള്ള വമ്പന്മാർക്ക്, ബിസിനസ്സുകാർക്ക്, രാഷ്ട്രീയക്കാർക്ക് ഒക്കെ കൊണ്ടുപോയി കാഴ്ചവെക്കുക. അതാണ് അത് പെട്ടുപോയപ്പോൾ വല്ലാതെ പെട്ടുപോയി. മാത്രമല്ല ഈ കേസിൽ പലരും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇദ്ദേഹം ഇതിൽ ഈ പലരുമായും ബന്ധമുണ്ട് എന്ന കൂട്ടത്തിൽ തെളിവ് സഹിതം ട്രംപിൻ്റെ പേരുമുണ്ട്. ഇനി ട്രംപിൻ്റെ പേര് മാത്രമല്ല, ട്രംപ് റിപ്പബ്ലിക്കനാണെന്ന് പറയാം, എന്നാൽ ഡെമോക്രാറ്റ് ആയിരുന്ന പഴയ ബിൽ ക്ലിൻ്റൺ ഇതിൻ്റെ ആശാനാണല്ലോ. അപ്പോൾ ബിൽ ക്ലിൻ്റൻ്റെ പേരുണ്ട് അതിന്. അപ്പോൾ അത്തരത്തിൽ ഈ കേസിൽ ജെഫ്രി എപ്സ്റ്റീൻ 2019 ഓർമ്മയില്ലേ, ഒരു ജയിലിനകത്ത് തൂങ്ങി മരിച്ചു. അമേരിക്കയിലെ ജയിലിനകത്ത് അത് കൊലപാതകം. അത് ഒരു പ്രധാനപ്പെട്ട കേസ് ഇതിൽ ട്രംപിനെതിരെ വരുന്നത്, ഈ എപ്സ്റ്റീൻ ജയിലിനകത്ത് തൂങ്ങി മരിച്ചതിൻ്റെ വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ ആരോ കൃത്യമായിട്ട് ഇടപെട്ട് അതിനകത്തൊരു 1.5 മിനിറ്റ് കട്ട് ചെയ്തു. അതാണ് തെളിവ്. ഈ 1.5 മിനിറ്റ് കട്ട് ചെയ്ത് ആരാണ്, എവിടെയാണ്, അതെവിടെ പോയി ആ 1.5 മിനിറ്റ്? അപ്പോൾ എന്തേ കാണിക്കുന്നുള്ളൂ, ഇദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്, പിന്നെ ഇദ്ദേഹം മരിച്ചു കിടക്കുന്നതും കാണിക്കുന്നുണ്ട്. അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് കാണുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഒരു പക്ഷേ ട്രംപിനെതിരെ ഉൾപ്പെടെ ഒരു സാക്ഷിയാണല്ലോ, പ്രധാനപ്പെട്ട തെളിവാണല്ലോ. അപ്പോൾ ആ കൊലപാതകത്തിൽ പോലും നേരത്തെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലൈംഗിക ലോകവുമായി ഈ പറഞ്ഞ നമ്മൾ പറയും ആയിട്ടുള്ള പറയില്ലേ ബാലപീഡനം എന്ന് പറയുന്ന ഈ മഹാ ക്രൈം ഉണ്ടല്ലോ, അതിൽ പങ്കാളിയാണ് എന്നതിന് ധാരാളം ലേഖനങ്ങളും പുസ്തകങ്ങളൊക്കെ തെളിവുകൾ വന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിൽ പോലും പങ്കുണ്ടോ എന്ന് സംശയിക്കുന്ന മട്ടിലുള്ള രേഖകൾ പുറത്തു വന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വീഡിയോ ക്ലിപ്പിങ്ങിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്താണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ട്രംപിന് ഇനിയുള്ള കാലം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെയുള്ള മാധ്യമപ്രവർത്തകരോടും നാട്ടിൽ തന്നെയുള്ള കോടതികളിൽ കേസ് നടത്താൻ, നാട്ടിൽ തന്നെയുള്ള മാധ്യമങ്ങൾക്കെതിരായിട്ട് കേസ് നടത്താൻ, നാട്ടിൽ തന്നെയുള്ള ഗവർണർമാരുടെയൊക്കെ പരാതികൾക്ക് മറുപടി പറയാൻ, എന്ന് പറഞ്ഞാൽ അമേരിക്കയോട് തന്നെ പൊരുതാൻ. അദ്ദേഹം ഇപ്പോൾ 2ാം ടേം വന്നിട്ടേ ഉള്ളൂല്ലോ, കഴിഞ്ഞ ജനുവരിയിലാണ് വന്നത്, ഒരു കൊല്ലം പൂർത്തിയായിട്ടില്ല. അതിനുള്ളിൽ തന്നെ ഇത്രയേറെ എതിർപ്പുകൾ വിളിച്ചു വരുത്തുകയും സ്വന്തം നാട്ടിലെ ലോകപ്രസിദ്ധമായ മാധ്യമ സ്ഥാപനങ്ങളോട് പോലും വലിയ മാനനഷ്ട കേസിന് കൂടേണ്ടി വരികയും ചെയ്യുന്ന വല്ലാത്തൊരു പരിതവസ്ഥയിലേക്കാണ്. അപ്പോൾ സത്യത്തിലിപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിനെതിരായി ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ കഷ്ടപ്പെട്ട് പൊരുതേണ്ടി വരില്ല. ഡൊണാൾഡ് ട്രംപിനെതിരായി പൊരുതാൻ നാനാമുഖമായ അമേരിക്കൻ ജനത പല മേഖലകളിൽ പോരാട്ടം തുടങ്ങിയിരിക്കുന്നു. ആ പോരാട്ടത്തിനുള്ള നിവൃത്തികേട് കൊണ്ടുള്ളൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഈ മാനനഷ്ട കേസ്. അതിൻ്റെ ഭാവി തീർച്ചയായിട്ടും വളരെ നിർണായകമാണ്. ആ മാനനഷ്ട കേസ് നടത്തുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യം അമേരിക്കൻ മാധ്യമ ലോകം മുഴുവൻ, ഏറ്റവും ചുരുങ്ങിയത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മാധ്യമലോകം, പബ്ലിഷേഴ്സിൻ്റെ ലോകം, പുസ്തക പ്രസാധനവും പത്രമാധ്യമങ്ങളും ഒരുമിച്ച് ട്രംപിനെതിരായി രംഗത്ത് വരാൻ ഈ കേസ് ഇടയാക്കിയിരിക്കുന്നു എന്നതാണ് പുതിയ ഒരു ചിത്രം. അതുകൊണ്ട് ട്രംപ് പലതും ഇനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ, കാണാനിരിക്കുന്നതേ ഉള്ളൂ. അമേരിക്കൻ രാഷ്ട്രീയ രംഗം കുറെ കൂടി കലുഷവും സങ്കീർണവും ആകാൻ പോകുന്നു എന്നതാണ് ഈ ആഴ്ചയിലെ ഈ മാനനഷ്ട കേസ് തെളിയിക്കുന്നത്. ബാക്കി എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.